നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് 4 അംഗ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യാ ശ്രമം. പിതാവും മകളും മരിച്ചു. പാലപ്പിള്ളി കുണ്ടായി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. കൃഷിയിടത്ത് നാശനഷ്ടം. ആമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയത് സുരക്ഷാ ഭീഷണിയാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പറപ്പൂക്കര പള്ളം പാടശേഖരം നിരോധിത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നികത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി CPM. മാലിന്യം നീക്കിയില്ലെങ്കിൽ പ്രതിഷേധമെന്നും CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. കുന്നംകുളം പഴഞ്ഞിയിൽ വീട്ടിൽ 4 അംഗ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യാ ശ്രമം. പിതാവും മകളും മരിച്ചു. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 19 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ 40 വയസ്സുള്ള ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിബിയെ കിണറ്റിലും മകൾ അലീനയെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സംഘം സ്ഥലത്തെത്തിയാണ് കിണറ്റിൽ നിന്ന് ഗൃഹനാഥന്റെ മൃതദേഹം പുറത്തെടുത്തത്. പാലപ്പിള്ളി കുണ്ടായി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. കണ്ടമ്പുഴ വർഗീസിന്റെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ റബ്ബർ, കൊക്കോ, ചീനി തൈകൾ നശിപ്പിച്ചു. 15 റബ്ബർ മരങ്ങളും 7 കൊക്കോ മരങ്ങളും ചീനി കൃഷിയും നശിപ്പിച്ച കാട്ടാനകൾ സോളാർ വേലിയും തകർത്തു. ഞായറാഴ്ച രാത്രിയാണ് 4ഓളം കാട്ടാനകൾ കൃഷിയിടത്തിലെത്തി നാശം വിതച്ചത്. കൊക്കോ മരങ്ങൾ മറിച്ചിട്ടും റബ്ബർ മരങ്ങളുടെ തോൽ ചീന്തിയെടുത്തുമാണ് നാശം വരുത്തിയത്. കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ കൂട്ടമായി മേഖലയിലെ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നു. കുണ്ടായി, ചക്കിപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ചിരുന്നു. നാട്ടുകാരും തോട്ടം തൊഴിലാളികളും വാച്ചർമാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും ആനകളെ കാടുകയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണുന്നില്ല. പകൽ സമയത്തു പോലും തോട്ടങ്ങളിലും റോഡുകളിലും ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. കാട്ടാന ശല്യത്തിനെതിരെ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പറപ്പൂക്കര പള്ളം പാടശേഖരം പുനരുപയോഗയോഗ്യമല്ലാത്ത നിരോധിത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നികത്താൻ ശ്രമിക്കുന്നത് ഉടനടി അവസാനിപ്പിക്കണമെന്ന് CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പള്ളം പ്രദേശത്ത് വൻതോതിൽ തെർമോകോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന NCTV വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു CPM നേതൃത്വം. ഏക്കർ കണക്കിന് സ്ഥലത്താണ് തെർമോകോൾ മാലിന്യങ്ങൾ കൂറ്റൻ ചാക്കുകെട്ടുകളിലായി കുന്നുകൂടി കിടക്കുന്നത്. ശീതീകരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന കനം കൂടിയ തെർമോകോൾ അവശിഷ്ടങ്ങളും മത്സ്യം കയറ്റുമതിക്ക് ഉപയോഗിക്കുന്ന പഴയ തെർമോകോൾ പെട്ടികളുടെ കഷ്ണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമാണ് വൻതോതിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി കളിമൺ, മണൽ ഖനനം നടത്തി താഴ്ന്നുപോയ പ്രദേശമാണിത്. CPM നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് പ്രദേശത്തെ മണൽ ഖനനം നിർത്തലാക്കിയത്. എന്നാൽ വീണ്ടും ഇവിടെ നിരോധിത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നികത്താൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാനാകില്ല. ഇത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ആരോഗ്യ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നതാണ്. ഇക്കോ ടൂറിസം നടപ്പാക്കുമെന്ന പൊള്ളയായ വാഗ്ദാനത്തിന്റെ മറവിൽ നടത്തുന്ന നിയമവിരുദ്ധമായ നിലം നികത്തൽ തുടരാൻ അനുവദിക്കില്ല. മഴ പെയ്ത് വെള്ളമുയർന്നാൽ സമീപത്തെ വീടുകളിലെ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കുന്ന ഈ മാലിന്യ നിക്ഷേപം എത്രയും വേഗം നീക്കം ചെയ്യാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയത് ഗൗരവമായ സുരക്ഷാ ഭീഷണിയാണെന്നും ഇതു സംബന്ധിച്ച് അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്നും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടിപ്പാലത്തിൽ നിന്ന് ഏകദേശം 8 മീറ്റർ വടക്കായി
പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് ബ്ലോക്കിന്റെ നടുഭാഗം ഒരടിയിലധികം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായും ഇത് ഏകദേശം 30 മീറ്റർ നീളത്തിൽ കാണാനാകുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആരോപിച്ചു. ഇതിനു വടക്കായി രണ്ടിടങ്ങളിലും സമാനമായ രീതിയിൽ തള്ളിയ ഭാഗങ്ങൾ ഉണ്ടെന്നും പറയുന്നു. ഈ ഭാഗങ്ങളിൽ ടാർ റോഡിൽ നിന്ന് പൈപ്പുകളിലൂടെ പുറത്തേക്കൊഴുകുന്ന വെള്ളം പാർശ്വഭിത്തിയുടെ പുറംഭാഗത്തേക്കാണ് വീഴുന്നത്. ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഏകദേശം 7 മീറ്ററിലധികം ഉയരത്തിൽ ഇത്തരം വീഴ്ചയുള്ളതിനാൽ ഇത് കോൺക്രീറ്റ് സ്ലാബുകളുടെ ക്രമരഹിതമായ അടക്കലിന്റെ ഫലമാണോ അതോ മഴ മൂലം മണ്ണ് വെള്ളം പിടിച്ചതിനാലാണോ ഉണ്ടായതെന്ന് വിദഗ്ധ പരിശോധന നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. അമ്പല്ലൂർ പാടശേഖരത്തിലെ ചെളി നിറഞ്ഞ അടിത്തറയിലാണ് ഇത്രയും ഭാരമുള്ള പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും മണ്ണ് നിറയ്ക്കുന്നതിൽ പാലിക്കേണ്ട നിർമ്മാണ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന ആശങ്ക നിലനിൽക്കുന്നതായും പരിഷത്ത് ആരോപിക്കുന്നു. ടാർ ഉപയോഗിച്ചുള്ള റോഡായതിനാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നും കോൺക്രീറ്റ് സ്ലാബുകൾക്കും മണ്ണ് നിറയ്ക്കലിനുമിടയിൽ സാധാരണ നൽകേണ്ട ഡ്രൈനേജ് മെറ്റൽ ലെയർ ഇവിടെ നൽകിയിട്ടില്ലെന്നുമാണ് കമ്മിറ്റിയുടെ ആരോപണം. മണ്ണ് നിറയ്ക്കുന്നതിന് മുൻപും ശേഷവും ആവശ്യമായ മണ്ണ് പരിശോധനയും ഓരോ ലെയറും കമ്പാക്ട് ചെയ്ത ശേഷമുള്ള പരിശോധനകളും നടത്തിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ അമ്പല്ലൂർ മേൽപ്പാതയുടെ എംബാങ്ക്മെന്റിൽ രൂപപ്പെട്ടതായി പറയുന്ന തള്ളിയ ഭാഗം ഗൗരവമായ സുരക്ഷാ ഭീഷണിയായി കണക്കാക്കി അടിയന്തര സുരക്ഷ ഓഡിറ്റ് നടത്തണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വായനാ പക്ഷാചരണം സമാപനവും ഐ വി ദാസ് അനുസ്മരണവും എഴുത്തുകാരൻ ED ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ പ്രസംഗിച്ചു. SSLC +2 വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കുമുള്ള അവാർഡ് വിതരണവും നടന്നു. ഇവിടെ നടക്കുന്ന SSLC +2 വിദ്യാഭ്യാസത്തിന് വിജയികൾക്കുള്ള അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും എല്ലാവരോടും എനിക്കുള്ള സന്തോഷം അറിയിക്കാം. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് താഴികക്കുടം പ്രതിഷ്ഠ നടത്തി. തന്ത്രി TS വിജയന്റെയും മേൽശാന്തി അനൂപ് ചോച്ചേരിക്കുന്നിന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 15-നാണ് വീട്ടിക്കുന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ. കഴിഞ്ഞ ദിവസം പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഗ്രാമപ്രദക്ഷിണ യാത്ര നടത്തിയിരുന്നു. നിരവധി ഭക്തർ ചടങ്ങിന്റെ ഭാഗമായി. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, സംഹാര തത്വഹോമം, കലശാഭിഷേകം, ജീവകലശ പൂജ, ജീവോദ്വാസനം, ജലോദ്ധാരം, നേത്രോന്മീലനം, ബിംബശുദ്ധിക്രിയകൾ, ശയ്യാപൂജ, ബിംബജീവ കലശങ്ങൾ, ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ, അഗ്നിജനനം, പൂർവബിംബ പരിത്യാഗം, ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ, വൈകുന്നേരം അധിവാസ ഹോമം, ധ്യാനാധിവാസം, പുതിയ പ്രാസാദത്തിന്റെ ശുദ്ധിക്രിയകൾ, ബിംബകലശങ്ങളിൽ അധിവസിച്ച പൂജ, മണ്ഡല പൂജ എന്നിവ നടക്കും. 15-നാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ. അതിരാവിലെ ഗണപതി ഹോമം, അധിവാസം വിടർത്തി പൂജ, പ്രാസാദ പ്രതിഷ്ഠ, പീഠപ്രതിഷ്ഠ, വലിയ പാണി. രാവിലെ 6:21-നും 6:55-നും മധ്യേ ബിംബപ്രതിഷ്ഠ, തുടർന്ന് ഉപദേവതാ പ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകങ്ങൾ, ഉപദേവതാ കലശാഭിഷേകങ്ങൾ, മംഗളപൂജ, ശ്രീഭൂതബലി, പതിവ് നിശ്ചയിക്കൽ, ആചാര്യദക്ഷിണ, അമൃതഭോജനം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരി ബൈജു പുതുപ്പള്ളി, പ്രസിഡന്റ് ഷാജിമോൻ അയ്യഞ്ചിറ, സെക്രട്ടറി രാജീവ് എടശ്ശേരി, ട്രഷറർ സന്തോഷ് നടുവിലവളപ്പിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് വിംഗ് ജില്ലാ എക്സിക്യൂട്ടീവും പ്രവർത്തക സമിതി യോഗവും നടത്തി.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രജീഷ് പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗണിതശാസ്ത്രമേളയിൽ സ്റ്റേറ്റ് ലെവലിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 3ാം സ്ഥാനവും ലഭിച്ച കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് ട്രഷററായ KR ഷിനിലിന്റെ മകളായ ദർശിക ഷനിലിനെ ചടങ്ങിൽ അനുമോദിച്ചു. യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പവിത്രൻ, VT ജോർജ്, ജില്ലാ സെക്രട്ടറിമാരായ ബിജു എടക്കളത്തൂർ, നജ, ജോഷി തേറാട്ടിൽ, PG രഞ്ജിമോൻ, കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോയ് കാവിൽ, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ബിനീഷ് വിൽസൺ, ട്രഷറർ ജെയിംസ് കുന്നൻ, സിജോമോൻ എന്നിവർ സന്നിഹിതരായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് സമിതിയുടെ ഡയറക്ടറിയുടെ പ്രകാശന കർമ്മം നടത്തി. ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറിന് ഡയറക്ടറി നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സിജോമോൻ ജോസിന് മെമന്റോ നൽകി ആദരിച്ചു. ജില്ലയിലെ 156 യൂത്ത് വിംഗ് യൂണിറ്റുകളിൽ നിന്നായി 1250 യൂത്ത് വിംഗ് അംഗങ്ങളുടെ പേര്, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ, ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഡയറക്ടറി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് കിക്കോറ ആഘോഷം സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെയും സ്പോർട്സ് വാരത്തിന്റെയും സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം ഉദ്ഘാടനം ചെയ്തു. കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന ഫുട്ബോൾ മത്സരത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് ബാനർ കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. കോളേജിലെ മുഴുവൻ കുട്ടികളും ഇഷ്ടതാരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിലായിരുന്നു. കൊടകര ISHOയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കൺവീനറുമായ ജെർലിൻ സ്കറിയ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കായിക വിഭാഗ മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സന്നിഹിതരായിരുന്നു. Businessmen, I see lot of civil servants, I see lot of scientists, etc., sports person, etc. So I don't see you as student. And ഞാൻ ഒരു ജസ്റ്റ് എക്സ്പീരിയൻസ് ഷെയറിംഗ് മാത്രമേ ഇവിടെ വന്നു. I am not here to lecture you or bore you. That is first thing. But നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യനോട് തുടങ്ങാം. നിങ്ങളുടെ ജീവിതത്തിൽ, കോളേജ് ജീവിതത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ എപ്പോഴെല്ലാം ഒരു തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഒഡീഷ സോനാപൂർ സ്വദേശി സഞ്ജീബ് മഹാക്കൂറാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. തൃശൂർ പൂത്തോൾ PT ക്വാർട്ടേഴ്സിന് സമീപത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. പിടികൂടിയ കഞ്ചാവിന് മാർക്കറ്റിൽ 10 ലക്ഷം രൂപ വില വരുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺ കുമാർ, NR രാജു, KS ഗിരീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ PB സിജോമോൻ, നിതിൻ M മാധവൻ, MD ബിജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, ധനുഷ് കൃഷ്ണ, അനൂപ് ദാസ്, ഷാജിദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടാലി ശ്രീ നാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ ഇൻവെസ്റ്റിച്ചർ സെറമണി നടത്തി. ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ലീഡർഷിപ്പിന് ബാഡ്ജുകളും സാഷുകളും അണിയിച്ച് സ്ഥാനാരോഹണം നടത്തി. തുടർന്ന് ചുമതലയേറ്റ വിദ്യാർത്ഥികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. പ്രിൻസിപ്പാൾ PS ഉഷ, വൈസ് പ്രിൻസിപ്പാൾ VR അനു, സെക്രട്ടറി EN ശശി, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, ക്ഷേമസമിതി പ്രസിഡന്റ് KR രാഗേഷ്, വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. വേറിട്ട ആംഗിളുകളിൽ 31 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ മുഖങ്ങൾ എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനം തുടങ്ങി. ഡോക്ടർ ഉണ്ണിപ്പുളിക്കൽ ക്യൂറേറ്റ് ചെയ്ത പ്രദർശനത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ 50ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ M താഹ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോ മ്യൂസ് അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി, പ്രദീപ് K മേനോൻ, KV വിൻസെന്റ്, മ്യൂസിയം മാനേജർ ഷീനി പുല്ലരിക്കൽ,
മ്യൂസിയം കളക്ഷൻ മാനേജർ സിമ്മി ബാബു, ലിൻഡു ഷിൻഡോ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് മ്യൂറൽ ആർട്ടിസ്റ്റ് രമേശ് കോവുമൽ മുഖങ്ങളും ചിത്രകാരനും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മനുഷ്യന്റെ മുഖം വെറും രൂപമല്ലെന്നും കാലവും അനുഭവങ്ങളും വികാരങ്ങളും സംസ്കാരവും ചേർന്ന് രൂപപ്പെടുന്ന ജീവിക്കുന്ന ദൃശ്യഭാഷയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ മാസം 31 വരെയാണ് പ്രദർശനം. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ചൊവ്വാഴ്ച നടക്കും. രാവിലെ വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, പൂമൂടൽ, ചതുശത നിവേദ്യം, സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. കയ്പമംഗലം ചന്ദ്രാപിന്നിയിൽ മൊബൈൽ ഷോപ്പിലെത്തിയ യുവാവിനെ മദ്യലഹരിയിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണനംകുളം ഏറാക്കൽ വീട്ടിൽ സൂരജ്, പൊന്നൂക്കര പുറങ്ങാപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. ചന്ദ്രാപിന്നി പടിഞ്ഞാറുള്ള മൊബൈൽ ഷോപ്പിലെത്തിയ ചാമക്കാല സ്വദേശി യദുവിനെ പ്രതികൾ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ഇവർ കടയിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് യദുവിനെ കുത്തുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം യദുവിന്റെ കൈവശമുണ്ടായിരുന്ന 1000 രൂപയും പ്രതികൾ തട്ടിയെടുത്തു. തോളിനും പുറത്തും കുത്തേറ്റ യദു ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്തെ 5ലധികം കടകളിൽ ഇവർ ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള സൂരജ് 25 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ള വിഷ്ണു 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI മണികണ്ഠൻ, ഗ്രേഡ് ASIമാരായ രാജേഷ് PK, രാജേഷ്, ജോബി, ജോസഫ്, രമേഷ്, ഗ്രേഡ് സീനിയർ CPOമാരായ സുനിൽകുമാർ, ജ്യോതിഷ്, രജനീഷ്, സിനോജ്, CPO വിപിൻ ദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്. മഴക്കാലത്ത് എയർ കണ്ടീഷണർ അമിതമായി ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മുൻകരുതലുകളും അറിയാം. AC മുറികളിലെ വായു വളരെ തണുത്തതും വരണ്ടതുമായിരിക്കും. ഇത് മൂക്കിനെയും തൊണ്ടയെയും അസ്വസ്ഥമാക്കുകയും വൈറസ് ബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. AC ഫിൽറ്ററുകൾ വൃത്തിഹീനമാണെങ്കിൽ പൊടി, പൂപ്പൽ, ബാക്ടീരിയ എന്നിവ വായുവിൽ പടരാൻ ഇത് കാരണമാകും. AC ഫിൽറ്ററുകളിൽ അടിഞ്ഞുകൂടുന്ന പൊടിപടലങ്ങളും പൂപ്പലും വായുവിലൂടെ പടരുമ്പോൾ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണുചൊറിച്ചിൽ, ചുമ എന്നിവ ഉണ്ടാകാം. തണുത്ത വായു ശ്വസിക്കുന്നത് ആസ്മയോ മറ്റു ശ്വാസകോശ രോഗങ്ങളോ ഉള്ളവരിൽ ശ്വാസമുട്ടലും ചുമയും വർദ്ധിപ്പിക്കും. AC മുറിയിലെ വായു വരണ്ടതാകുന്നതോടെ ചർമ്മം വരളാനും ചുണ്ടുകൾ പൊട്ടാനും കണ്ണുകളിൽ അസ്വസ്ഥത ഉണ്ടാകാനും സാധ്യതയുണ്ട്. തണുത്ത വായു മൂക്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു. കൃത്യമായി പ്രവർത്തിക്കാത്ത ACകൾ മുറിയിൽ ഈർപ്പവും പൂപ്പലും ഉണ്ടാക്കുന്നത് സൈനസ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കും. ദീർഘനേരം തണുത്ത മുറിയിൽ ഇരിക്കുന്നത് പേശികളും സന്ധികളും കടുത്തുപോകാൻ കാരണമാകും. പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് പോലുള്ള വാതസംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവരെ ഇത് കൂടുതൽ ബാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഒപ്പം വൈദ്യുതി ലാഭിക്കുന്നതിനുമായി ACയിലെ താപനില എപ്പോഴും 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. അഴുക്കുപിടിച്ച ഫിൽറ്ററുകളിൽ പൊടിയും പൂപ്പലും അടിഞ്ഞുകൂടുകയും ഇത് മുറിക്കുള്ളിലേക്ക് പടരുകയും ചെയ്യും. അലർജി, ആസ്മ, സൈനസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. അതിനാൽ AC ഫിൽറ്ററുകൾ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുകയും സർവീസ് ചെയ്യുകയും വേണം. AC മുറികളിൽ വായുസഞ്ചാരം കുറവായതിനാൽ ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും ജനലുകൾ തുറന്നിട്ട് ശുദ്ധവായു അകത്തേക്ക് കടത്തിവിടാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,100 രൂപ, പവന് 1,04,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് 4-അംഗ കുടുംബത്തിന്റെ കൂട്ടാത്മഹത്യാ ശ്രമം, പിതാവും മകളും മരിച്ചു. പാലപ്പിള്ളി കുണ്ടായി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം, കൃഷിയിടത്ത് നാശനഷ്ടം.
ആമ്പല്ലൂർ അടിപ്പാതയുടെ മേൽപ്പാതയ്ക്ക് വേണ്ടി നിർമ്മിച്ച പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പുറത്തേക്ക് തള്ളിയത് സുരക്ഷാ ഭീഷണിയാണെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പറപ്പൂക്കര പള്ളം പാടശേഖരം നിരോധിത പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നികത്താൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി CPM. മാലിന്യം നീക്കിയില്ലെങ്കിൽ പ്രതിഷേധമെന്നും CPM പറപ്പൂക്കര ലോക്കൽ കമ്മിറ്റി. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവുമായി ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.